നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ വെല്ലുവിളിക്കാൻ ആരുമില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രത്തിന് മേൽ നിരന്തരം വെല്ലുവിളികൾ അയൽ രാജ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നാൽ അത് ആ രാഷ്ട്രത്തിൻ്റെ സാമൂഹിക വികസനത്തിനൊക്കെ വളരെ തടസ്സമാണ്, വലിയ അസ്ഥിരത സൃഷ്ടിക്കും. അതെ. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ അതിർത്തി കടന്നുള്ള ഇൻഫിൽട്രേഷൻ, അതിർത്തി കടന്ന് ചാടി വന്ന് തീവ്രവാദികൾ POK വഴിയൊക്കെ വരുന്ന നുഴഞ്ഞു കയറി വരുന്ന തീവ്രവാദികളായിരുന്നു രാജ്യത്ത് ഭാരതത്തിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ പാകിസ്ഥാനിൽ നിന്നുള്ള ആ നുഴഞ്ഞു കയറ്റം പൂർണ്ണമായും അവസാനിപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അതായത് നമ്മുടെ തീവ്രവാദികൾക്കായിരിക്കും കൊടും മനസ്സും ക്രൂരമായ നീക്കങ്ങളും ഒക്കെ ഉള്ളത്. അവരിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, നൈപുണ്യ വികസനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ യുവതലമുറ, ചെറുപ്പക്കാർ, അതായത് സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഫോൺ റിപ്പയറിങ്, അല്ലെങ്കിൽ പണ്ടൊക്കെ ചെയ്യുന്നില്ല ഈ ടെലിവിഷൻ സോൾഡറിങ്, അല്ലെങ്കിൽ റേഡിയോ റിപ്പയറിങ്, അങ്ങനെയൊക്കെയുള്ള ഇപ്പോഴത്തെ അതൊക്കെ മാറി മൊബൈൽ ഫോണിലേക്കുള്ള ഹൈടെക് സാങ്കേതിക വിദ്യകൾ, ഒപ്പം CCTV അടക്കമുള്ള ചില നിർണായകമായ ഈ സുരക്ഷാ ഉപകരണങ്ങൾ, അത് നമ്മുടെ സാറ്റലൈറ്റിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില സൊഫിസ്റ്റിക്കേറ്റഡ് ഡിവൈസസ് ആണ്. തീവ്രവാദികൾ ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ അതിർത്തി സംസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്ന ഇത്തരം ഉപകരണങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലായത് ഏറ്റവും എന്ത് ചെയ്താലും പിടി വീഴും, അല്ലേ? അതിന് പിന്നിലെ ആ കഥ അവർ ത്രെഡ് അങ്ങനെ അഴിച്ചു വിടുകയും ചെയ്യും. ഇപ്പം അങ്ങനെ ഡൽഹിയിൽ ഇപ്പോൾ പുതിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? അതെ, അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ 7 പേർ പിടിയിലായിട്ടുണ്ട്. അതായത് ഈ താങ്കൾ പറഞ്ഞതുപോലെ നുഴഞ്ഞുകയറ്റം ഒട്ടൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. സൈന്യം വളരെ ജാഗ്രതയിലാണ്. മാത്രമല്ല അത്യന്താധുനികമായ ഉപകരണങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. ഒരു തരത്തിലും നുഴഞ്ഞുകയറ്റം അത്ര എളുപ്പമല്ല, വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവർ നേപ്പാൾ അതിർത്തി വഴിയും ബംഗ്ലാദേശ് അതിർത്തി വഴിയും, അതായത് പാകിസ്ഥാനിൽ നിന്ന് ഈ ഭീകരരെ നേപ്പാളിൽ എത്തിച്ചിട്ട് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു വരും. അവിടെ ബോർഡറിൽ വലിയ ചെക്കിംഗ് ഒന്നുമില്ല. മാത്രമല്ല ഇന്ത്യയും നേപ്പാളും തമ്മിൽ, നേപ്പാൾ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനെ പോലെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നു പോകാം. ഇത് മറ്റൊന്ന് ബംഗ്ലാദേശായിരുന്നു. ബംഗ്ലാദേശിൽ അതിർത്തികൾ തുറന്നു കിടക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ അടഞ്ഞു. നേപ്പാളിൽ പരിശോധന കർശനമാക്കി. അതുകൊണ്ട് അത്ര എളുപ്പമല്ല. അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISI, അവരാണല്ലോ ഈ ഭീകര ട്രൂപ്പുകളെല്ലാം തീറ്റിപ്പോറ്റുന്നത് അവരാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ ലഷ്കർ-ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ ചേർന്ന് നിരവധി സ്ലീപ്പർ സെല്ലുകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്ലീപ്പർ സെല്ലുകളെ പതുക്കെ അവർ ആക്റ്റീവാക്കുകയാണ്. അങ്ങനെ ഒരു സ്ലീപ്പർ സെല്ലാണ് ഇപ്പം ഡൽഹിയിൽ പിടിയിലായതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് ഡൽഹി തൊട്ട് ജമ്മു കാശ്മീർ വരെയുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകളുടെ പരിസരത്ത് CCTV ക്യാമറ ഘടിപ്പിക്കുകയാണ്. എങ്ങനെ? സോളാർ എനർജി കൊണ്ട് പ്രവർത്തിക്കുന്ന സ്വമേധയാണ്. അപ്പോൾ വേറെ പവർ സപ്ലൈ ഒന്നും കൊടുക്കണ്ട. അങ്ങനെയുള്ള ഒരു CCTV ക്യാമറകൾ വെക്കുകയാണ് ഈ സ്റ്റേഷൻ പരിസരത്ത്. ആര് വരുന്നു പോകുന്നു, അവർക്ക് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് അത് വയ്ക്കുന്നത്. എന്നിട്ട് അതിനെ അവർ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഡൽഹിയിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് സൈന്യം പോകുന്നത് എങ്ങനെ, ആൾക്കാർ പോകുന്നത് എങ്ങനെ, മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങൾ പോകുന്നത് എങ്ങനെ, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് CCTV വഴി കിട്ടും. അത് ഇവർ ജമ്മുവിലെത്തിയിട്ട് അവിടുന്ന് പിന്നെ ചിലപ്പോൾ റോഡ് മാർഗമായിരിക്കും പോകുന്നത്. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ CCTV ക്യാമറകൾ വെക്കുകയാണ്. ഇതെല്ലാം പൊളിച്ചു, ഇതെല്ലാം കൃത്യമായിട്ട് കണ്ടെത്തി. അത് മാത്രമല്ല, ഈ CCTV ഓപ്പറേഷൻസ്, അതുപോലെ ഡ്രോൺ ഓപ്പറേഷന്, അതുപോലെ നമ്മുടെ മൊബൈൽ ടെക്നോളജി, മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ടെക്നോളജി, ഇതൊക്കെ പഠിച്ച ആൾക്കാരെ വ്യാപകമായിട്ട് ഇവർ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ഇന്ത്യക്കുള്ളിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായിട്ട് ആയുധമെടുപ്പിക്കുക, അതാണ് പദ്ധതി. ഇപ്പം ശരിക്കും ഇതിൻ്റെ പുറകിലെ ബ്രെയിൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഒരു പാക് ഭീകരനായ ഷെഹ്സാദ് ഭട്ടി, ഇയാളുടെ അടുത്ത അനുയായിയുണ്ട് അജ്മൽ ഗുജ്ജർ. ഇവർ രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ ഒരു വലിയ മോഡ്യൂള് ഈ ഇന്ത്യ പാക് അതിർത്തിയിലും ഡൽഹിയിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ അറിയാമല്ലോ, കുറച്ച് നാൾ മുമ്പ് നടന്ന വൈറ്റ്
വൈറ്റ് കോളർ ടെററിസം അതെ, അറിയാമല്ലോ, അതെ, തീർച്ചയായിട്ടും. അതുപോലെ ഒരു സംഗതിയാണ് ഇത്. കുറച്ചുകൂടെ സ്കിൽഡ് ആയിട്ടുള്ള എൻജിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അവരെയാണ് ഇങ്ങനെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പിടിയിലായ 7 പേർ, ഡൽഹിയിൽ 7 പേര് പിടിയിലായിട്ടുണ്ട്. ഇവരുടെ ശിഷ്യന്മാരാണ്, ഈ ഷെഹസാദ് ഭട്ടിയുടെയും അജ്മൽ ഗുജ്ജറിൻ്റെയും ശിഷ്യന്മാരാണ്. ഇവരെല്ലാം ക്രിമിനൽ കേസ് പ്രതികളാണ്, എന്ന് വെച്ചാൽ കൊട്ടേഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഗാസിയാബാദിൽ ആണ് ഇവരുടെ എല്ലാം താവളം. നമുക്കറിയാം, ഈ നോയിഡ, ഗാസിയാബാദ് എന്നൊക്കെ പറയുന്നത് ഡൽഹിയിൽ എന്ത് അക്രമവും കാണിച്ചിട്ട് വന്ന് ഒളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളാണ്, ഡൽഹി എന്ന മഹാനഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെ ഈ ഇത്തരത്തിലുള്ള നമുക്ക് പണ്ട് തൊട്ടേ ഇത് കുപ്രസിദ്ധമാണ്. ഈ ഡൽഹിയിൽ അക്രമം നടത്തിയിട്ട് അവന്മാർ മുങ്ങും. ഇത് രണ്ട് സ്റ്റേറ്റാണ്. ഈ ഡൽഹി വേറെ, ഗാസിയാബാദ് UPയുടെ അതിർത്തിയാണ്. അപ്പോൾ അവിടെ വന്ന് സുഖമായിട്ട് ഒളിക്കുക. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊന്നും പെട്ടെന്ന് നടക്കില്ല. കാരണം ഇപ്പോഴീ CCTVയും മറ്റ് സംവിധാനങ്ങളും വളരെ പെട്ടെന്ന് ഈ ഗാസിയാബാദിൽ റെയ്ഡ് നടത്താനുള്ള സംവിധാനമൊക്കെ ഡൽഹി പോലീസിന് ഇപ്പോൾ ഉണ്ട്. എങ്കിലും അവിടുത്തെ ഈ കൊട്ടേഷൻ വർക്ക് ചെയ്യുന്ന അനസ് ത്യാഗി, മോഹിത്, ദീപക് അഗ്രോല, ആരിഫ് പ്രധാൻ, ജതൻ, സാബിർ, പഞ്ചാബ് സ്വദേശി കരൺവീർ സിംഗ്, ഇങ്ങനെ 7 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെല്ലാം ക്രിമിനലുകളാണ്. അപ്പോൾ ഇവരെ ശരിക്കും പരിശീലിപ്പിച്ച് ഇവരെ കൊണ്ട് അവിടെ വലിയ ഒരു അട്ടിമറി നടത്താനായിരുന്നു ശ്രമം. ഇവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചിട്ടുണ്ട്, നിസ്സാരമല്ല. അതായത് ഇവരുടെ കയ്യിൽ നിന്ന് 5 അത്യാധുനിക സെമി ഓട്ടോമാറ്റിക് പിസ്റ്റളുകൾ, 41 ലൈവ് ബുള്ളറ്റുകൾ, എന്ന് വെച്ചാൽ നിറയൊഴിക്കാൻ പാകത്തിനുള്ള ബുള്ളറ്റുകൾ, സ്കോർപിയോ വാഹനം, ഷെഹസാദ് ഭട്ടിയുമായിട്ടുള്ള ചാറ്റുകളും വോയിസ് നോട്ടുകളും അടങ്ങിയ 7 മൊബൈൽ ഫോണുകൾ. അപ്പോൾ ഈ 7 പേർക്കും നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നത് ഷെഹസാദ് ഭട്ടിയാണ്. ഇനി ആയുധക്കടത്തിന് ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ. അപ്പോൾ ഈ ഇന്ത്യ പാക് അതിർത്തിയിൽ, പഞ്ചാബ് സ്റ്റേറ്റിലെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ അതിർത്തിക്കപ്പുറത്ത് നിന്ന്, ഇത് മുമ്പ് തന്നെ പുറത്തു വന്ന രഹസ്യമാണ്, അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഡ്രോൺ ഉപയോഗിച്ച് ചെറിയ ആയുധങ്ങൾ, പിസ്റ്റളുകൾ പോലെയുള്ള ആയുധങ്ങൾ, അതുപോലെ തന്നെ മയക്കുമരുന്ന്, അത് ഇന്ത്യയിലേക്ക് കടത്തുക. ഇത് പലപ്പോഴും BSF പിടിച്ചിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ നമ്മളവിടെ ജാഗ്രത പുലർത്തുന്നുണ്ട്. എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കണ്ണ് വെട്ടിച്ച് ഡ്രോൺ ഉപയോഗിച്ച് ഇത് ഇപ്പുറത്ത് എത്തിക്കുന്നുണ്ട്. അതിന് ചില ഗ്രാമീണ ആൾക്കാരുടെയൊക്കെ സഹായം കിട്ടുന്നുണ്ടാവും. അതാണിപ്പോൾ ശരിക്കും ഇവിടെ പൊളിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇവർക്ക് ആയുധം കിട്ടിയിരിക്കുന്നത്, ഈ 7 പേർക്കും. ഇവരുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ ഉണ്ട് 5 എണ്ണം, പിന്നെ അതുപോലെ 41 തിരകൾ, ലൈവായിട്ടുള്ള ബുള്ളറ്റ്സ് ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന്. കാരണം ബംഗ്ലാദേശ് അതിർത്തിയിലും പിന്നെ നമ്മുടെ നേപ്പാൾ ഇന്ത്യ അതിർത്തിയിലൊക്കെ അവർ പട്രോളിംഗ് അല്ല, ഇപ്പൊ പെട്രോളിംഗ് ശക്തമായി, ഫെൻസിങ് ആരംഭിച്ചു. ബംഗ്ലാദേശിൽ ഇനി ഒരു കാരണവശാലും തൃണമൂലുകാരുടെ അത്ര കണ്ട് തൃണമൂലുകാരുടെ ശല്യമുണ്ട് അവര്. കാരണം തിരിച്ച് ബംഗ്ലാദേശിലേക്ക് ഒളിച്ചോടാൻ നിൽക്കുന്ന തൃണമൂൽ നേതാക്കന്മാരുണ്ട്. കാരണം ഇവിടെ നിന്നാൽ ED അല്ലെങ്കിൽ CBI പിടിക്കും. കാരണം കൽക്കരി അഴിമതി അടക്കം 40 ലക്ഷം ടൺ കൽക്കരി കാണാനില്ല എന്ന് പറയുമ്പോൾ തന്നെ അഭിഷേക് ബാനർജി ഒറ്റയ്ക്ക് നിന്നത് കോരി മാറ്റിയതുമല്ല, എല്ലാം തൃണമൂലാണ് അതിന്റെ സൂത്രധാരൻ. അതെ, തൃണമൂൽ ഗുണ്ടകളെല്ലാം ചേർന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ അതിർത്തിയിലൊക്കെ BSF ഇപ്പോൾ അടച്ചു 600 കിലോമീറ്റർ ബംഗാൾ. അതുകൊണ്ടാണ് ഈ നമ്മൾ നേരത്തെ ഈ വൈറ്റ് കോളർ ടെററിസം പറഞ്ഞില്ലേ, ഡൽഹിയിലെ സ്ഫോടനം ആദ്യം ഡോക്ടർ ഉമർ നബി, സോറി ഖാലിദ് അല്ല, അയാൾ വന്ന് ചാവേറായിട്ട് പൊട്ടിത്തെറിച്ച് കാറിൽ സ്ഫോടക വസ്തുക്കളുമായിട്ട് വന്ന്, അവർക്ക് സ്ഫോടക വസ്തു എത്തിയതും ഈ പറഞ്ഞതുപോലെ അതിർത്തി കടന്നിട്ടാണ്. മാത്രമല്ല ആയുധങ്ങൾ, ഈ ഗുജറാത്തിലൊരു ഡോക്ടറെ പിടിച്ചപ്പോഴാണല്ലോ ഇതിൻ്റെ തുടക്കം. അവിടുന്നാണ് പിന്നീട് ഒരു UPയിലൊരു വനിതാ ഡോക്ടറെ അടക്കം പിടികൂടിയത്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഈ വിദ്യാസമ്പന്നരായ ഈ ആൾക്കാരെ കൊണ്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമ്മളറിയാലോ, ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചു വരുന്നവർ, ഈ ഡൽഹി സ്ഫോടനത്തിലെ ഒരു പിഴവതാണ് അവർക്ക് സംഭവിച്ചത്. ശരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള, അസംബിൾ ചെയ്യാനും അത് ചെയ്യാൻ ഈ ഡോക്ടർമാർക്ക് വേണ്ടത്ര പരിചയസമ്പന്നരല്ല. അപ്പോൾ അതുകൊണ്ട് അവിടേക്കാണ് ഈ ഇലക്ട്രോണിക്സ് പരിജ്ഞാനമുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. അതാണിപ്പോൾ ഈ 7 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ
ഇവർക്ക് മനസ്സിലായ കാര്യം അതാണ്. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം അതാണ്. ഈ ഡൽഹി ജമ്മു കാശ്മീർ റൂട്ടിൽ റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് CCTV ക്യാമറ വയ്ക്കുന്നു, എന്നിട്ടത് സോളാർ ഘടിപ്പിച്ച് അത് സ്വയം പ്രവർത്തനക്ഷമമാക്കുന്നു. അതുവഴി വിവരങ്ങളെല്ലാം, അതായത് പ്രത്യേകിച്ച് നമ്മുടെ മിലിറ്ററി ട്രൂപ്പുകൾ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന സ്കില്ലുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക, അതാണ് പുതിയ പദ്ധതി. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ TCSലും നമ്മുടെ വിപ്രോയിലൊക്കെ ഇടയ്ക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്, നാസിക്കിലൊക്കെ. അതും ഈ IT മേഖലയിലെ അല്പം കൂടെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള, അതെ അവർ പല തട്ടുകളിലുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും. ഇത്തരക്കാരെ കൂടുതൽ ആ ക്യാമ്പസിനുള്ളിൽ TCSലായാലും വിപ്രോയിലായാലും ഇത്തരം സ്കിൽഡ് ആയിട്ടുള്ള IT എക്സ്പേർട്സിനെ അവർക്ക് അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് അവരുടെ വരുതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് അവിടെ ഈ മതമാറ്റം അടക്കമുള്ള നിർബന്ധിത നടന്നുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, അങ്ങനെ കൊണ്ടുവരുന്നത്, അങ്ങനത്തെ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ പുറത്തു വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഈ ഇന്റലിജൻസും മറ്റുമൊക്കെ എത്ര എണ്ണം പൊളിച്ചിട്ടുണ്ടാവും? ഇപ്പോൾ ഈ അറസ്റ്റിലായ 7 പേര് ക്രിമിനലുകളാണ്, ഗാസിയാബാദിൽ ഉള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ നേരത്തെയും നമുക്കറിയാലോ, മറ്റേ കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസിലൊക്കെ നമുക്കറിയാം കൊച്ചിയിൽ നിന്ന് ആരെയാണ് കൊണ്ടുപോയത്, ഗുണ്ടാ പണി ചെയ്തിരുന്ന ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരെയാണ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയത്. ഇപ്പം ഇവിടെയും അതുപോലെ കൃത്യമായിട്ട് ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇത്തരം സാങ്കേതിക പരിജ്ഞാനമുള്ള ആൾക്കാരെയും, ഈ സാങ്കേതിക പരിജ്ഞാനമുള്ള ആൾക്കാരെ കൊണ്ട് ഇതൊക്കെ തയ്യാറാക്കിക്കുന്നു, മറ്റവരെ കൊണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നു. എത്ര എന്താ പറയുക, ഭംഗിയോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഇൻ്റലിജൻസ് കണ്ണിലെണ്ണ ഒഴിച്ച് ജാഗ്രതയോടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം പൊളിക്കാൻ പറ്റുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് ഈ 7 എണ്ണത്തിനെയും തൂക്കി, അത് ഷഹസാദ് ഭട്ടിയായിട്ടും അജ്മൽ ഗുജ്ജറുമായിട്ടും ഒക്കെ ഉള്ള ബന്ധം, അവരുടെ ഈ ചാറ്റുകൾ, വാട്സാപ്പ് ചാറ്റുകൾ, അതുപോലെ തന്നെ വോയിസ് റെക്കോർഡുകൾ, ഇതെല്ലാം പിടിച്ചെടുത്തു. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് അവരുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ടോ മറ്റോ ഉണ്ടാകുന്ന പഴുതുകൾ ഉപയോഗിച്ചാണ് ഇവരെന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നത്. പക്ഷെ അതൊരു വലിയ ഇതായിട്ട് നമ്മൾ കാണണ്ട. വളരെ കൃത്യമായിട്ട് പഴുതടച്ച സുരക്ഷ ഒരുക്കുന്നതിൽ നമ്മൾ 99.9% നമ്മൾ വിജയിച്ചിരിക്കുക തന്നെയാണ്. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. ഡൽഹി പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തട്ടെ.